കഴിഞ്ഞ ദിവസമൊക്കെ തിരുവനന്തപുരത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. ആ രീതിയിലുള്ള പേമാരി പെയ്ത്തായിരുന്നു. എന്തായാലും ഇന്ന് മഴ മാറി നിൽക്കുകയാണ്, വെയിലാണ്. അപ്പോൾ മഴ മാറിയതോടെ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് നേരിട്ട പല സ്ഥലങ്ങളിലെ ജനങ്ങളും വലിയ ആശ്വാസത്തിലാണ്. അടുത്ത മഴയിൽ കാര്യങ്ങൾ പഴയ നിലയിലേക്ക് എത്തുമെന്ന ആശങ്കയും പക്ഷെ അവർക്കുണ്ട്. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മഴ ദുരിതം അത് മാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ട, അട്ടക്കുളങ്ങര എന്നിവിടങ്ങളിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഇന്നലെ ഇവിടെ നിൽക്കുമ്പോൾ താഴെ മുഴുവൻ വെള്ളമായിരുന്നു, ചെളിയായിരുന്നു, നമുക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എങ്കിലും ഈ വെള്ളമൊക്കെ പൂർണ്ണമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇന്നലെ വെള്ളം കെട്ടിയ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയാകുന്നത് ഇതൊക്കെയാണ്. കാരണം ഇത്രമാത്രം മാലിന്യം, അത് ചെളി മാലിന്യം ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ കൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇന്നലെ ഇങ്ങനെയല്ലായിരുന്നു കാര്യങ്ങൾ. ഇങ്ങനെയല്ലായിരുന്നു, കട തുറക്കുന്നതിനും താമസിച്ചാണ് കട തുറന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ നിൽക്കണം, വെള്ളം മാറി. പിന്നെ ഏറ്റവും വലിയ ബമ്പർ മാറ്റി വെച്ചു. ഇനിയൊരു വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ സമാനമായ സ്ഥിതി തന്നെയാണല്ലേ? ഇല്ലില്ല, ഇനിയിപ്പോൾ എത്ര മഴ പെയ്താലും ഇത് തന്നെയാണ് ഗതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-25 വർഷം കൊണ്ട് ഇത് തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം ചെളിയെല്ലാം കഴുകി വൃത്തിയാക്കി കമ്പ്യൂട്ടർ അടിച്ചു പോയി. കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടർ കംപ്ലീറ്റും പോയി. ക്യാമറ ഇറക്കാണ്ടല്ലോ, മൊത്തം പോയി, നാശനഷ്ടങ്ങൾ തന്നെ. ഇന്നലെ ഈ സമയത്തൊക്കെ മഴ വലുതായി തുടരുകയായിരുന്നു. ഇന്നലെ മഴ തുടരുമ്പോഴും ഈ സ്ഥലം അട്ടക്കുളങ്ങരയിലെ പുത്തൻ റോഡാണ്. ഇന്നലത്തെ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാവും. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഇത്തരം വെള്ളം ഇറങ്ങിപ്പോയി ഈ അവസ്ഥയിലേക്ക് എത്തിയത്. ആ റോഡിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കാൻ കഴിയാത്തത്ര രീതിയിൽ ചെളിയും അഴുക്കും മാലിന്യവും നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ഈ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഒരാൾക്ക് കയറാൻ പോലും കഴിയാത്തത്ര രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളം ഇറങ്ങി, എന്നാലും ഇനി അടുത്തൊരു വെള്ളം നല്ലൊരു ശക്തമായൊരു മഴ പെയ്താൽ പിന്നെ പഴയ അവസ്ഥ തന്നെയാണ്. കിള്ളിപ്പാലത്തിൽ നിന്ന് ഈ ബൈപ്പാസ് വഴി വന്ന് ഈ റോഡ് വളരെ അധികം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്ത ഒരു റോഡാണ്. പക്ഷേ ഇത് അധികാരികൾ അശ്രദ്ധയായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് വളരെ ദയനീയമാണ്. ഈ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ആ സമീപത്തുള്ള വീട്ടുകാരനോട് സംസാരിച്ചത്. ആ വീട്ടിലേക്ക് ഇപ്പോഴും പോകാൻ തന്നെ ചെളി തന്നെയാണ്. ആ വഴി പൂർണ്ണമായും നന്നായിട്ടുമില്ല, ചെറിയ വെള്ളക്കെട്ടും ചെളിയും. കാര്യങ്ങളെല്ലാം ഈ ഒരാഴ്ചത്തേക്ക് ഇവിടെ തന്നെ ഇങ്ങനെ കാണും. ഇതിൻ്റെ ഇടയിൽ ഒരു മഴയും കൂടെ പെയ്താൽ തീർന്നു ഇതേ അവസ്ഥ, വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോകും. 4 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. 4 കൊല്ലമാണ് ഇങ്ങനെ തന്നെയാണ്. ഇനിയും പറഞ്ഞാൽ മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ടോ? പണി ചെയ്താൽ മാറും. അതിന് ഓടെ ക്ലിയർ ചെയ്ത് നേരത്തെ പറഞ്ഞാൽ ഈ അനന്ത കംപ്ലീറ്റ് ചെയ്താൽ ഇത് മാറും. ഈ മാലിന്യമുണ്ട്, ദുർഗന്ധമുണ്ട്. നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇന്നലെ ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാണാൻ കഴിയുന്നത് ആ ചെളിയും ഈ പറഞ്ഞ വെള്ളം കൊണ്ട് ഇവിടെ ബാക്കിയാക്കിയ ഈ അഴുക്കുമാണ്. പരിഹാരം വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുകയാണ്. സുഹിത് എം എസിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.